ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അഖിലാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ആയിരുന്നു, ഇപ്പോൾ സസ്പെൻഷനിലാണ്. ചില സുഹൃത്തുക്കളുടെ കുതന്ത്രത്തിൽപ്പെട്ട് പ്രശ്നമായി. ഇപ്പോൾ പണം തിരിച്ചടച്ച് പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ കുടുങ്ങാതെ ജോലി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അഖിൽ ചോദിച്ചിരിക്കുന്നത്. കേസിൽ കുടുങ്ങാതെ ജോലി നഷ്ടപ്പെടാതെ പോകണമെന്നുണ്ടെങ്കിൽ കുടുങ്ങിയത് അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിൽ ഭാഗവാക്കാണോ, ധൃതി പിടിച്ച സമയത്ത് വല്ല ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കണം. കാരണം വെച്ചാൽ അത് കുറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരങ്ങൾ അവിടെ അടയ്ക്കണ്ടേ. അതിനൊക്കെ വില്ലിങ് ആണെങ്കിൽ കണിശമായിട്ടും ഇതിന്ന് കരകയറാൻ സാധിക്കും എന്നും. പക്ഷേ ഇതിങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, വ്യാജഗ്രഹം ജന്മലഗ്നത്തിലും 3-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും നിൽക്കുന്ന കാലം, അതായത് വാർഷിക ഫലം അനുസരിച്ച് വ്യാജഗ്രഹം 12 കൊല്ലം കൊണ്ട് 12 രാശി കടക്കും. അതിനെ 12 കൊല്ലം എന്ന് പഴമക്കാർ പറയുന്നു. അത് ജന്മരാശിയിലും 3-ാം രാശിയിലും 6-ാം രാശിയിലും 8-ാം രാശിയിലും 12-ാം രാശിയിലും സഞ്ചരിക്കുന്ന കാലം ആർക്കാണേലും. അതുപോലെ തന്നെ ശനിഗ്രഹം ജന്മരാശിയിലും 2-ാം രാശിയിലും 12-ാം രാശിയിലും 4-ാം രാശിയിലും 8-ാം രാശിയിലും 10-ാം രാശിയിലും 7-ാം രാശിയിലും സഞ്ചരിക്കുന്ന ജന്മശനി, ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നീ കാലഘട്ടങ്ങൾ. ഈ വക കാലഘട്ടങ്ങൾ കഴിയാതെ ഒരു മനുഷ്യർക്ക്, സ്ത്രീയായാലും പുരുഷനായാലും, മതജാതി വർഗ വർണ്ണ രാജ്യാന്തര ഭേദമന്യേ മനുഷ്യനായി ജനിച്ചോ മരിക്കുന്നതിനകം ഈ വക ഏഴരശനിയും ജന്മശനിയും കണ്ടകശനിയും ജന്മവ്യാഴവും അഷ്ടമവ്യാഴവും ശത്രുവ്യാഴവും ദുരിതവ്യാഴവും വ്യയവ്യാഴവും ഇതൊക്കെ അനുഭവിക്കാതെ പോകാൻ പറ്റില്ല. വലിയ വലിയ രാജയോഗങ്ങൾ, അതുപോലെ തന്നെ പഞ്ചമഹായോഗങ്ങളിൽപ്പെട്ട ഹംസയോഗം, രുചകയോഗം, ശശമഹായോഗം, ഭദ്രായോഗം, മാളവ്യയോഗം ഇങ്ങനെയുള്ള യോഗങ്ങളും, അഖണ്ഡ സാമ്രാജ്യയോഗങ്ങൾ, ലക്ഷ്മി യോഗങ്ങൾ, ഇങ്ങനെയുള്ള മഹായോഗങ്ങൾ ഉള്ളവർക്ക് ഈ ഗോചാരവശാൽ അല്ലെ വാർഷിക ഫലമനുസരിച്ചോ, അല്ലെ ശനി കണ്ടകൻ, അഷ്ടമശനി, അതുപോലെ ഏഴരശനി, അല്ലെങ്കിൽ ജന്മവ്യാഴം, 3-ൽ വ്യാഴം, അഷ്ടമവ്യാഴം, അതുപോലെ 12 വ്യാഴം ഒക്കെ സഞ്ചരിക്കുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷെ എന്നാലും കുലുങ്ങും. അപ്പം ഈ വക വലിയ മേഖലയിൽ പെടാത്തവർക്ക്, ആ യോഗനിലകളിൽ വലിയൊരു മുൻകൂർ ജാമ്യമില്ലാത്തവർക്ക്, അവർക്ക് കളവ്, വഞ്ചന, ചതി, കെണി, അല്ലെങ്കിൽ ശുദ്ധഗതി, അതല്ലെങ്കിൽ ഭീഷണി, ഇങ്ങനെയുള്ളതിനകത്ത് വഴങ്ങേണ്ടി വരും. തട്ടിപ്പ്, വെട്ടിപ്പ്, പിടിച്ചുപറി, കവർച്ച, വഞ്ചന, കൈക്കൂലി, അധർമ്മം, മറ്റേതെങ്കിലും വിശ്വാസവഞ്ചനകൾ, ഇങ്ങനെയുള്ള കെണികളിലൊക്കെ ചെന്ന് തലയിടേണ്ടതായിട്ട് വരും. ഇട്ടാൽ അന്നേരം തന്നെ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പിന്നീട് ഏതെങ്കിലും നല്ല കാലഘട്ടം എടുക്കുമ്പോഴായിരിക്കും ഈ ദോഷങ്ങൾ കയറി പിടിക്കുന്നത്. ഏതെങ്കിലും ഒരു തമാശയ്ക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തു, ഒരു 10 കൊല്ലം പിന്നെയാണ്, 10 കൊല്ലം കഴിഞ്ഞ് ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനായി ഉന്നത മേഖലകളിലായി ഉടനെ ഒരു വക്കീൽ നോട്ടീസ് തന്നെ വിവാഹം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു, അതായതാ എന്നും പറഞ്ഞു കൊടുത്താൽ തൽക്കാലം നാണംകേട് ഉണ്ടാവും, രാജിവെക്കേണ്ടി വരും. അപ്പം ദോഷകാലത്തും നല്ല കാലത്തും നല്ലത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് അടിസ്ഥാനം. ഉടൻ തന്നെ നവഗ്രഹപ്രീതി വരുത്തുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ അപഹരണത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്, അല്ലെ അതുപോലെയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ തുകയങ്ങടച്ച് ഏറ്റുപറയുക, അവിടെ കൊണ്ട് തീർന്നു കിട്ടും. നവഗ്രഹ പൂജാതികർമ്മങ്ങൾ ഒത്തിരി വിശദമായ രീതികളിൽ പറയാനുള്ളത് കൊണ്ടും സമയക്കുറവുകൾ കൊണ്ടും നവഗ്രഹ പൂജകളോ നവഗ്രഹ ഹോമങ്ങളോ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു 18
21, 41 എണ്ണം ചെയ്യുക. കണിശമായിട്ടും യോഗകർത്താക്കളുടെ ദൃഷ്ടി ഗ്രഹനിലയിലുള്ളത് കൊണ്ട് ഈ വക ഏറ്റുപറയുന്നത് കൊണ്ടും പരിഹരിക്കുന്നത് കൊണ്ടും പ്രതിവിധികൾ കൊണ്ടും ഇദ്ദേഹത്തിന് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ശിക്ഷകൾ വരാതിരിക്കാനോ സാധ്യതയുണ്ട്. ഇപ്രകാരമുള്ള ലക്ഷണം കണ്ടാൽ വീണ്ടും കത്തെഴുതുക.